നടക്കുന്ന ഒരു പദമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അടുത്ത പദം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഞാൻ പുതിയത് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാ നിന്റെ ലൈഫിനകത്ത്. കർത്താവ് ഇന്ന് രാത്രി പ്രവചന ശബ്ദമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഈ വാക്ക് നിങ്ങൾ പറയണമേ. ഈ പ്രവചന ശബ്ദം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയണം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കർത്താവ് പറയാ, കർത്താവ് എന്റെ ലൈഫിനകത്ത് പുതിയത് ചെയ്യാൻ പോകുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. രൂപനെ പറമോനെ, പുതിയത് കർത്താവ് ചെയ്യാൻ പോകുകയാ. ഇതുവരെ ചെയ്യാത്തതെന്തോ ഒന്ന്, ഇതുവരെ കാണാത്തതെന്തോ ഒന്ന്, ഇതുവരെ നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തതെന്തോ ഒന്ന് ഇന്ന് രാത്രി കർത്താവ് ചെയ്യാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഒറ്റ രാത്രിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദമായി നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവ് പുതിയതായിട്ടൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഇത് ആഗ്രഹിക്കുമ്പോ, ഇത് ഈ പ്രോമിസ് നമുക്ക് തരുമ്പോ, നമ്മളെ കർത്താവ് ബലപ്പെടുത്തുമ്പോ, ഈ വചനം നമ്മുടെ അകത്തേക്ക് തരുമ്പോ, നമ്മളെ കർത്താവ് ആശ്വസിപ്പിക്കുന്ന വചനം. അതിന് മുന്നേ നമ്മൾ വായിച്ചത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പ് നിന്റെ ലൈഫിൽ എന്താണോ നടന്നത്, ഹല്ലേലൂയ, ഇന്നലെ വരെ എന്താണോ നീ കണ്ടത്, താഴ്വരയാണോ കണ്ടത്, ഞെരുക്കമാണോ കണ്ടത്, രോഗമാണോ കണ്ടത്, പ്രതികൂലമാണോ കണ്ടത്, താഴ്ചയാണോ കണ്ടത്, ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്നെ വീണു പോകുന്ന അവസ്ഥയാണോ കണ്ടത്? ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയാ, പിശാച് നിന്റെ മേൽ ജയമെടുക്കുന്നതാണോ ഇന്നലെ വരെ നീ കണ്ടത്? ഇന്ന് രാത്രി സ്വർഗം പറയുക, കുഞ്ഞെ, ഞാൻ അതിനെ ഒന്ന് തിരിക്കുകയാ, ഞാൻ അതിനെ ഒന്ന് തിരിക്കുകയാ. അതിനെപ്പറ്റി നീ ഇനി ബോധേടാവണ്ട, അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട, അതിനെപ്പറ്റി നീ ഓർത്ത് സങ്കടപ്പെടണ്ട. നിന്റെ ലൈഫിനകത്ത് ഇന്ന് രാത്രി ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പ്രവചന ശബ്ദമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ മിനിറ്റുകൾ, കഴിഞ്ഞ മണിക്കൂറുകൾ, ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് ബോധേടായി ചിന്തിക്കുന്ന, ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ആരെ നോക്കി ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുകയാ. അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട, അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട. പിശാച് നിന്നെ പറ്റി പറഞ്ഞ അപവാദമില്ലേ, നിന്നെ പറ്റി പറഞ്ഞ നെഗറ്റീവില്ലേ, നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ആ നെഗറ്റീവുകൾക്കപ്പുറത്ത്, ആ നെഗറ്റീവുകൾക്കപ്പുറത്ത്, ആ അപമാനത്തിനപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം ഇതിനകത്ത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും ചെയ്താൽ, ആമേൻ, നിന്റെ പ്രശ്നത്തോട് കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിനെ അവിടെ കൂട്ടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും തുന്നി വെക്കുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട്, ആ പ്രശ്നത്തെ പൂർണ്ണമായി മാറ്റിയിട്ട് അവിടെ പുതിയതൊന്ന്, ഹല്ലേലൂയ, അവിടെ പുതിയതൊന്ന് നിനക്ക് വേണ്ടി എന്റെ ദൈവം സെറ്റ് ചെയ്യുകയാ. നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോ, നമ്മുടെ തുണിയൊക്കെ വിട്ടുപോകുമ്പോ, ഒരു കുറച്ച് ഭാഗം വിട്ടുപോയി നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനോട് എന്തെങ്കിലും ചേർത്ത് വെച്ച് തുന്നും, ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ചേർത്ത് വെച്ചാലും, ആമേൻ, ആ ചേർത്ത് വെച്ച ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ആമേൻ.
കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന്റെ മുകളിലേക്ക് വേറൊന്ന് വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോ, അതിനകത്തേക്ക് വേറൊന്ന് വെച്ച് കഴിയുമ്പോ, ഹല്ലേലൂയ, അവിടെ നിനക്ക് അറിയാത്തതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, വേദനയ്ക്കകത്തേക്ക് ഇന്ന് രാത്രി കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ ആരംഭിച്ച, പഴയത് പിന്നെ നീ കാണത്തില്ലെന്ന്, പഴയ സങ്കടം നീ അനുഭവിക്കത്തില്ലെന്ന്, പഴയ നിന്നെ നീ അനുഭവിക്കത്തില്ലെന്ന്, പഴയ രോഗം നിന്റെ ശരീരത്തിനകത്ത് കാണത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ശരീരത്തിനകത്ത് നിന്ന് ചില രോഗങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഒരു പുതിയ ആരോഗ്യം ഇന്ന് രാത്രി, ഒരു പുതിയ ആരോഗ്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. എന്റെ രോഗം ഏത് വലിയ രോഗമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ഏത് വലിയ പ്രതികൂലമായിക്കൊള്ളട്ടെ, ആ രോഗത്തിനപ്പുറത്ത് എന്റെ ശരീരത്തിനകത്ത് ആ രോഗത്തെ എടുത്തു മാറ്റി എന്റെ ദൈവം പുതിയൊരു അവയവം സൃഷ്ടിക്കുമെന്ന്, ഹല്ലേലൂയ, പുതിയൊരു അവയവം അവിടെ ഉണ്ടാക്കുമെന്ന് ഞാൻ ചോദിക്കാം. ശരീരം മുതൽ ശിരസ് മുതൽ പരിക്കൽ ബാധിച്ചൊരു മനുഷ്യനുണ്ട് ബൈബിളിനകത്ത്. കർത്താവ് പുതിയത് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ, കർത്താവ് പുതിയത് കൊടുത്തു കഴിഞ്ഞപ്പോ അവന്റെ ശരീരത്തിനകത്ത് പഴയ പരുക്കളുടെ പാട് പോലും കാണാനില്ലെന്ന്. കർത്താവ് പുതിയതായി സൃഷ്ടിച്ച, കർത്താവ് പുതിയതായി ചെയ്യാൻ ആരംഭിച്ച, കർത്താവ് എന്തെങ്കിലും പുതിയത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പഴയതിന്റെ ഒരു സിമ്പല് പോലോ നിന്റെ ശരീരത്തിലോ നിന്റെ ഒരു മേഖലയിലും കാണാതെ, ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയ പുതിയത് എന്തോ ഒന്ന് ചെയ്ത് കഴിയുമ്പോ പഴയത് ഞാൻ കാണത്തില്ലെന്ന്, പഴയതിന്റെ സ്ഥലം പോലും അറിയാതെ. ആമേൻ, ഹല്ലേലൂയ. യോബിനോട് നമ്മൾ ചോദിക്കാം, ശരീരം മൊത്തം പരുക്കളായിരുന്നു, പക്ഷെ കർത്താവ് പുതിയതായി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, പുതിയ സ്കിൻ വന്നു കഴിഞ്ഞപ്പോൾ, ശരീരം പുതിയതായപ്പോൾ, രോഗത്തെ കർത്താവ് എടുത്തു കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എന്റെ ഭാഷയിൽ പറഞ്ഞ പഴയതിലും ആരോഗ്യത്തോടെ, പഴയതിലും ആരോഗ്യത്തോടെ ഓടി നടന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കാലിനകത്ത് ചില രോഗങ്ങളാ, കാലിനകത്തുള്ള വേദനയാൽ ഭാരപ്പെടുന്ന ആരെ പരിശുദ്ധനാവ് ഇന്ന് രാത്രി കാണുകയാ. ആത്മാവനോട് പറയുന്നു, ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ ആ കാലുകൾക്കകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ബലം, ഇപ്പോൾ ഒരു ബലം ആത്മാവ് രാത്രി റിലീസ് ചെയ്യുന്നു. പ്രാപിക്കാമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കാലുകൾ രോഗസൗഖ്യം നടക്കുകയാ. എനിക്കറിയില്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തോ ഒരു ഹീലിംഗ്, എന്തോ ഒരു ഹീലിംഗ് ചില മേഖലകളിൽ, ഒരു ഹീലിംഗ് ഇന്ന് രാത്രി ആത്മാവ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്താൽ അതേറ്റവും ബെറ്ററായി. ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഹല്ലേലൂയ, കുറച്ചവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ, അവന്റെ കുറച്ച് വേദന അവിടെ ഇരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഒരു പകുതി ഞാൻ അങ്ങ് മാറ്റിക്കൊടുക്കാം. ആമേൻ, ഒരു പകുതി ഞാൻ അങ്ങ് സെറ്റ് ചെയ്യാം. ഹല്ലേലൂയ, ഒരു പകുതി ഞാൻ നികത്താം. അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ, പൂർണ്ണമായി നിന്റെ വേദനകൾ, നിന്റെ വേദനകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ കഷ്ടതകൾ, നിന്റെ ഞെരുക്കങ്ങൾ, നിന്റെ ദാരിദ്ര്യങ്ങൾ, അതിനെ മൊത്തത്തിൽ എടുത്തു മാറ്റിയിട്ട് നിന്റെ വീടിനകത്തേക്ക് സമൃദ്ധിയെ എന്റെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, സമൃദ്ധിയെ എന്റെ ദൈവം അയച്ചെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. എന്റെ ദൈവം പുതിയത് ചെയ്യാൻ തുടങ്ങിയ അത് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ, കർത്താവ് ചെയ്ത അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും. അത് നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഹല്ലേലൂയ.
കർത്താവ് നമ്മോട് ചോദിക്കുക, നിങ്ങൾ അത് അറിയുന്നില്ലയോ? തമ്പുരാൻ പുതിയത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക. ഈ സെപ്റ്റംബർ മാസം പൂർത്തിയാകുന്നതിന് മുന്നേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞത് നീ അറിയുന്നില്ലയോ? നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞത് നീ അറിയുന്നില്ലയോ? ടൈം പോയിട്ടില്ല കേട്ടോ. ടൈം കഴിഞ്ഞിട്ടില്ല. വാഗ്ദത്തം മരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ വാഗ്ദത്തം മരിച്ചിട്ടില്ല. പുതിയത് പുറത്തു വരും. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയോ, മരുഭൂമിക്കകത്ത് ഇസ്രായേൽ ജന അവരുടെ ചെരുപ്പ് പോലും തേഞ്ഞു പോകാതെ, അവർക്ക് ആർക്കും ഒരു ക്ഷീണം വരാതെ, ഞാൻ ചോദിക്കാം, ഇതെങ്ങനെ സംഭവിച്ചെന്ന്? എവിടുന്നായി ബലം കിട്ടിയത്? ഒരു മരുഭൂമി കൂടെ നടക്കാൻ അർച്ചന 1-2 ദിവസമാണോ? 1-2 മണിക്കൂറാണോ? നീണ്ട വർഷങ്ങൾ, നീണ്ട മണിക്കൂറുകൾ ഒരു മരുഭൂമിക്കകത്തൂടെ നടക്കുമ്പോ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ലെന്ന്. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി കരുതാൻ തുടങ്ങിയ, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കാൻ തുടങ്ങിയ, നിനക്ക് ചിന്തിക്കുന്നതിലപ്പുറമായി. പക്ഷെ നിന്റെ അകത്ത് എന്താ ഉണ്ടാകണ്ടെന്ന് അറിയാമോ? ദൈവം മരുഭൂമിക്കകത്ത് എന്നെ വഴി നടത്തുമെന്നുള്ള ആഴത്തിലെ വിശ്വാസം, അത് നിന്റെ അകത്ത് ഇന്ന് വർദ്ധിക്കുന്നെങ്കിൽ എന്താ പരിശുദ്ധമ പറയുന്നു? ഈ സെപ്റ്റംബർ മാസത്തില് ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നെങ്കിൽ മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി എന്റെ ദൈവം വഴി തുറക്കും. പിശാച് പറയും, മരുഭൂമിയിലെ യാത്രയിൽ ഓരോന്നായി പട്ടുപോകൂ, മരുഭൂമിയിലെ യാത്രയിൽ വെള്ളം കിട്ടാതെ വീണു പോകൂ, ചൂടുകൊണ്ട് നീ താണു പോകൂ, ചൂടുകൊണ്ട് നീ നശിച്ചു പോകൂ, നിന്റെ ദേഹം നശിക്കോ, നീ ഇല്ലാതെയാകൂ. കർത്താവ് പറയും, അവന് വേണ്ടി ഞാൻ മേഘ സമ്പത്ത് ഒരുക്കുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മഞ്ജുവാന്റി സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ മരുഭൂമിക്കകത്ത് ദൈവം വഴി തുറക്കോ. നിർജ്ജന പ്രദേശത്ത് ദൈവം വഴി തുറക്കോ. ആർക്കും വേണ്ടി തുറങ്ങത്തില്ലെങ്കിലോ പരിശുദ്ധനാ പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി. നിർജ്ജന പ്രദേശത്ത് എങ്ങനെയാ നീരുറവ വെളിപ്പെടുന്നത്? നദികൾ ഉണ്ടാകുന്നത്. നിർജ്ജന പ്രദേശത്ത് വെള്ളം കിട്ടാൻ മാർഗമില്ല, ഒരു നദി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒറ്റ നിലവിളിക്ക് മുന്നില് തമ്പുരാൻ അവിടെ ഉറവ തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ തുടങ്ങുകയാ. ആ മരുഭൂമിക്കകത്തൊരു നീരുറവ കണ്ടിട്ടില്ല ഹാഗാറേ. മരുഭൂമിക്കകത്ത് വെള്ളത്തിന്റെ ഒരംശം പോലുമില്ല ഹാഗാറേ. പക്ഷെ നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ നീരുറവ പുതിയതായി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ഭയങ്കരമായി പുതിയതായി എന്തോ ഒന്ന് തമ്പുരാൻ ഇന്ന് രാത്രി തുറക്കുകയാ. പുതിയതെന്തോ ഇന്നലെ വരെ കാണാത്തത്, ഇന്നലെ വരെ നിനക്ക് അനുഭവിക്കാൻ പോലും പറ്റാത്തത്, നിന്റെ ചിന്തയിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്, നിനക്ക് കാലുവെക്കാൻ പോലും പറ്റാത്തത് ഇന്ന് രാത്രി ആത്മാവ് തുറക്കുന്നു. സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തില് പുതിയതൊക്കെ ചിലത് എന്തൊക്കെയോ കൂടാരത്തിനകത്ത് പുതിയത് ചിലത് ഉത്ഭവിക്കുന്നു, പുതിയത് ചിലത് പൊങ്ങി വരുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ചോദിക്കാം, ഹാഗാറേ, മരുഭൂമിക്കകത്ത് നീ അത് കണ്ടായിരുന്നോ? മരുഭൂമിക്കകത്ത് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ? ഹാഗാർ പറയില്ല. പക്ഷെ എന്റെ നിലവിളിക്ക് മുന്നിൽ പുതിയതൊന്ന് എന്റെ ദൈവം സൃഷ്ടിക്കോ, പുതിയതൊന്ന് എന്റെ ദൈവം ഉത്ഭവിക്കോ, പുതിയതൊന്ന് പൊട്ടി പുറത്തു വരോ. പാറയെ അടിച്ചപ്പോ വെള്ളം പുറപ്പെട്ടു വന്നെങ്കിൽ, അത് മധുരമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി
ഹന്തരാധന അർത്ഥന വൈഡ രകൽക്കന അധികാരഘടകസിയ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ സെപ്റ്റംബർ മാസം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ആർക്കൊക്കെയോ വേണ്ടി പുതിയത് ചിലത് ഉണ്ടായി വരികയാ. ആർക്കൊക്കെയോ വേണ്ടി പുതിയത് ചിലത് ഉണ്ടായി വരുന്നു. കാണാൻ കഴിയാത്തത്, ഇന്നലെ വരെ നിന്റെ കൺമുൻപിൽ നിന്ന് പിശാച് അടച്ചു വെച്ചത്, ആർക്കോ വേണ്ടി എന്റെ ദൈവം ഉണ്ടാക്കി വരുന്നെന്ന് പറഞ്ഞതുപോലെ എന്റെ ഭാഷയിൽ പറഞ്ഞ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്റെ ദൈവം സൃഷ്ടിക്കും. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചന ശബ്ദം എഴുതി വെച്ചിരിക്കുക പ്രവാചകൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളില്, കഴിഞ്ഞ മണിക്കൂറുകൾ നീ മരുഭൂമിയാ കണ്ടത്. ഹല്ലേലൂയ. പക്ഷെ ഹാഗാറേ, നീ അത് നോക്കണ്ട. അപ്പുറത്ത് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ഹല്ലേലൂയ തുറന്നിട്ടുണ്ട്. പോയി കോരി നിന്റെ കുഞ്ഞിന് കൊടുക്ക. ഹല്ലേലൂയ. പോയി കോരി നിന്റെ കുഞ്ഞിന് കൊടുക്ക. നിനക്ക് വേണ്ടി ഞാൻ പുതിയത് ചിലത് ഉണ്ടാക്കി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തമ്പുരാൻ ഇന്ന് രാത്രി പറയുന്നു, ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് പുതിയത്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, കഴിഞ്ഞ മണിക്കൂർ വരെ നിന്റെ ലൈഫിനകത്ത് ഇത് പൊട്ടി പുറത്തു വരാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ ആത്മാ പറയുന്നു, അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട കേട്ടോ. അതിനെപ്പറ്റി ചിന്തിക്കണ്ട. മെഡിക്കൽ ശാസ്ത്രം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. വിടുതലുണ്ടാകാൻ സാധ്യതയില്ല. വൈദ്യശാസ്ത്രം എന്താ പറയുന്നത്? ഹല്ലേലൂയ. വിടുതൽ അനുഭവിക്കുവാൻ സാധ്യതയില്ല. മെഡിസിന് കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. മെഡിസിന് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗം എന്ന് പറയുന്നു, മെഡിസിന് വേണ്ടി ചെയ്യാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി എന്റെ ദൈവം പുതിയത് ഉണ്ടാക്കുമെന്ന്. മെഡിസിന് പറ്റാത്തത്, ലോകവൈദ്യന്മാർക്ക് പറ്റാത്തത് കുഞ്ഞുങ്ങളെ വിശ്വസിച്ചോ. കുടുംബത്തിനകത്ത് ലോകവൈദ്യന്മാർ വിധി പറഞ്ഞത്, ആ ലോകവൈദ്യന്മാർക്ക് പറ്റാത്തത്, ആ കഴിക്കുന്ന മെഡിസിന് പറ്റാത്തത് എന്റെ ദൈവം കൂടാരത്തിനകത്ത് പുതിയതായി ചെയ്യും. അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട. അതിനെപ്പറ്റി നീ ഓർക്കുക പോലും വേണ്ട കുഞ്ഞ്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്താ പരിശുദ്ധാത്മാവോട് പറയുന്നു, അങ്ങനെയുള്ള മെമ്മറീസുകളെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ചില നെഗറ്റീവായ മെമ്മറീസുകൾ, നെഗറ്റീവായ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാ. യേശുവിന്റെ നാമത്തിൽ പുതിയത് ഇവർ കാണട്ടെ. പുതിയത്, പുതിയത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴി തുറക്കുക കർത്താവ്. ഹല്ലേലൂയ. പിശാച് പറയും, ഹല്ലേലൂയ, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ ഈ വെയിൽ കൊണ്ടിങ്ങനെ നടക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ സ്വർഗം പറഞ്ഞു, പിശാചേ, നിനക്ക് തെറ്റുപറ്റി. അവരുടെ കൂടെ ഞാനുണ്ട്. അവർക്ക് മുമ്പടയെങ്കിൽ മുമ്പട, പിൻപടയെങ്കിൽ പിൻപട. എങ്ങനെ ഞാൻ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണോ, എങ്ങനെ ഞാൻ അവരുടെ കൂടെ നടക്കണോ, ഏത് രീതിയിൽ അവനെ ഞാൻ കരുതണമോ, അവർക്ക് വേണ്ടി കരുതുവാൻ എന്റെ ദൈവമുണ്ടെന്ന്. ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുന്ന അങ്ങനെ ഒരു ഉറവാ. നിനക്ക് വേണ്ടി ഞാൻ എങ്ങനെയാ കരുതേണ്ടത്? ആരോടോ ഒന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ, എങ്ങനാ കുഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ കരുതേണ്ടത്? ഏത് രീതിയിലാണ് നിനക്ക് വേണ്ടി ഞാൻ വെളിപ്പെടേണ്ടത്? ഏത് രീതിയിലാണ് നിനക്ക് വേണ്ടി ഞാൻ മറുപടി തരേണ്ടത്? ഇന്ന് രാത്രി ഞാൻ നിനക്ക് വേണ്ടി റെഡിയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, പുതിയതൊന്ന് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന്. കർത്താവ് നിങ്ങളോട് പറയുന്നു, പുതിയത് ചെയ്യാൻ ഞാൻ റെഡിയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, പുതിയത് ചെയ്യാൻ കർത്താവ് റെഡിയാ. പുതിയത് ചെയ്യാൻ കർത്താവ് റെഡിയാ. ഹല്ലേലൂയ. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഹല്ലേലൂയ, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ റെഡിയാന്ന്.
ഒന്ന് വാതറന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ എന്റെ അപ്പൻ റെഡിയാണെന്ന്. എനിക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ, എന്റെ തലമുറയ്ക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ എന്റെ അപ്പൻ റെഡിയാ. ലോകക്കാർ ചെയ്യത്തില്ല. ലോകക്കാർ കൊടുത്തത് ഒരു തിരുത്തിയ, അത് തീരുന്ന ഒരു ടൈമുണ്ട്. പക്ഷെ കർത്താവ് തുറക്കുന്നത് അത് പുതിയതായതുകൊണ്ട്, ദൈവം പുതിയ തരത്തിലായതുകൊണ്ട് അത് അൺലിമിറ്റഡാ. കർത്താവ് എന്തെങ്കിലുമൊക്കെ നിനക്ക് ചെയ്യാൻ തുടങ്ങിയ, കഴിഞ്ഞ കാലത്തിൽ പിശാച് നിന്നെ നിറം മങ്ങിയ ലൈഫിനകത്ത്, പിശാച് നിന്നെ തോൽപ്പിച്ചു കളഞ്ഞൊരു മണ്ഡലമുണ്ട്. പലരുടെയും മുന്നില് ഒരു ചോദ്യ ചിഹ്നം പോലെ, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവരോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഒരു ചോദ്യ ചിഹ്നം പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആത്മാ പറയുന്നു, ഞാൻ പുതിയത് ചെയ്യാൻ ആരംഭിക്കുകയാ. പുതിയത് സൃഷ്ടിച്ച്, എനിക്കറിയില്ല, വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. പുതിയതായിട്ട് ചിലത് ചെയ്ത് സുജാനി വിശ്വസിച്ചോ. കൂടാരത്തിനകത്ത് ഇതുവരെയും കാണാത്ത ചിലത് തമ്പുരാൻ പുതിയൊരു സമാധാനം, വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പുതിയൊരു സമാധാനം എന്റെ വീടിനകത്ത് വെളിപ്പെടുമെന്ന്. നാളിതുവരെ ഞാൻ അനുഭവിക്കാത്തത് എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നാളിതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സമാധാനം അടുത്ത ചില ദിവസങ്ങൾ നീ അനുഭവിക്കാൻ പോകുകയാണെന്ന് അഭിഷക്തദാസി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് കൈമാറുകയാ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് വായ് തുറന്ന് പറ, കർത്താവ് എനിക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ തുടങ്ങുകയാണെന്ന്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ട്. ആമേൻ. ഇദ്ദേഹത്തിന്റെ ലൈഫ് എപ്പോഴും കല്ലറകളിലൊക്കെയാ, ചങ്ങലകളൊക്കെ കെട്ടി, എന്നിട്ടും ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല ഇവനെ. ആമേൻ. ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിച്ച്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, നല്ലൊരു ചെറുപ്പക്കാരൻ, പൈശാചിക മണ്ഡലം അവന്റെ ലൈഫിനെ മൊത്തത്തിൽ ഇല്ലാതെയാക്കി, അവന്റെ സ്വപ്നങ്ങളെ താറുമാറാക്കി, അവന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തെ കളഞ്ഞു. അവന്റെ ആരാധനയെ പിടിച്ചു കെട്ടി, അവന് മനുഷ്യനുമായിട്ടുള്ള അവന്റെ അടുപ്പത്തെ പിടിച്ചു കെട്ടി, അവന്റെ എല്ലാ മേഖലകളെയും മൊത്തത്തിൽ ഇരുള് വ്യാപരിച്ച്, ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ യേശു കർത്താവ് അവന്റെ അടുത്ത് വന്നപ്പോൾ അവന്റെ മേൽ വ്യാപരിച്ച അശുദ്ധാത്മാവിനെ ഒറ്റ ശാസനയാൽ പുറത്താക്കി. അതുവരെ അവന്റെ ശരീരം ചങ്ങലയായിരുന്നു, അവന് സ്വസ്ഥതയില്ല, അവൻ ഉറക്കമില്ല. ഒരുപക്ഷെ അവൻ വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ആഹാരം കഴിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അവന്റെ പാർപ്പിടം കല്ലറകളായിരുന്നു. ഇതാ അവന്റെ ചരിത്രം. പക്ഷെ സ്വർഗം പറയുന്നു, ഇനി നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കുഞ്ഞ്, ഇനി നീ അതിനെപ്പറ്റി ഓർക്കണ്ട. നിന്റെ ലൈഫിനകത്ത് ഞാൻ പുതിയത് ചെയ്യാൻ തുടങ്ങുകയാ. നീ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കണ്ടൊരു ലൈഫ് ഇന്നൊരു രാത്രി ഞാൻ പുതിയതായി നിനക്ക് തരാൻ തുടങ്ങുകയാ. എന്റെ ദൈവത്തിൽ പുതിയത് തരാൻ ആഗ്രഹിച്ചാൽ പിന്നെ നിന്റെ ചങ്ങല അവിടെ കാണത്തില്ലെന്ന്. ഏത് പൈശാചിക മണ്ഡലം വന്ന് നിന്നെ ചങ്ങലക്കിട്ട് പൂട്ടിയാലോ, ഏത് കല്ലറകൾക്കകത്ത് നിന്നെ പാർപ്പിക്കാൻ നോക്കിയാലോ, അതിനെ പൊട്ടിച്ചുകൊണ്ട് നീ പുറത്തു വരും. സന്ദരാധന വൈശാരകൽക്കന അധികാരകളുടെ ഇവനെ യേശു കർത്താവിനെ ദൂരത്ത് നിന്ന് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ഇവന്റെ അകത്ത് വ്യാപരിച്ച അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ
ലൈഫ് പുതിയതാകാൻ തുടങ്ങി. ലൈഫ് പുതിയതാകാൻ തുടങ്ങി. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പുതിയതായി സ്വപ്നം കാണാൻ തുടങ്ങി, പുതിയൊരു ജീവിതം ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹം വരാൻ തുടങ്ങി. ഇതുവരെ അവന്റെ ചരിത്രം ഈ ചങ്ങലയാ. ആൾക്കാർ ചങ്ങല പിടിച്ച് ബന്ധിച്ചിടും, പക്ഷെ ഇദ്ദേഹം ഇത് വലിച്ചു പൊട്ടിക്കും. വീടിനകത്ത് കിടക്കത്തില്ല. വീടിനകത്ത് കിടക്കാൻ ഈ ദുഷ്ടശക്തി, ഇവനിൽ വ്യാപരിക്കുന്ന ശക്തി സമ്മതിക്കത്തില്ല. നല്ലൊരു ചെറുപ്പക്കാരന്റെ ലൈഫിനെ മൊത്തത്തില് തകർത്തു കളഞ്ഞൊരു വ്യാപാരം. ആത്മാവിന്റെ രാത്രി ശക്തമായി ഇടപെടുകയാ. പൈശാചിക വ്യാപാരങ്ങൾ, പൈശാചിക മേഖല, നിറം മങ്ങിക്കളഞ്ഞ ചില കുടുംബാന്തരീക്ഷത്തിനകത്ത് ആത്മാവ് പറയുന്നു, ഞാൻ പുതിയത് ചിലത് സൃഷ്ടിച്ച് അതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമെങ്കിൽ, പ്രാപിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. പിശാചി എന്നെ ഇരുട്ടിലാക്കിയ ചില മേഖലകൾ, പിശാചെന്നെ ചങ്ങലക്കിട്ട ചില മേഖലകൾ, എന്റെ വാഗ്ദത്തത്തെ കുറച്ചുകൂടി ഞാൻ ഇറങ്ങി പറഞ്ഞ, നിങ്ങളുടെ വാഗ്ദത്തത്തെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് വാഗ്ദത്തം കാണുവാൻ കഴിയാതെ ആ ചങ്ങല കൊണ്ട് ചങ്ങലക്കകത്ത് നിന്നെ ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ചങ്ങല പൊട്ടിച്ച് തമ്പുരാൻ നിന്റെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് ചെയ്ത് കഴിഞ്ഞപ്പോ ആമേൻ ഹല്ലേലൂയ, കുറച്ചല്ല ചെയ്തേ, അവന്റെ മേൽ കിടന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ശാസന കൊണ്ട് ദൈവം പുറത്തു വിട്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം, എന്റെ ലൈഫിനകത്ത് കർത്താവ് പുതിയതായി ചിലത് പണിയാൻ ആരംഭിച്ചാൽ, എന്റെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് കർത്താവ് പുതിയതായി പണിയാൻ ആരംഭിച്ചാൽ, ഇന്നലെ വരെ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ കുടുംബ ജീവിതം തകർന്ന് ഹല്ലേലൂയ ഒരുപക്ഷെ എന്റെ ഭാഷ പറഞ്ഞ ഒരു ഡിവോഴ്സിന്റെ വക്കിനകത്ത് എത്തി നിൽക്കുകയായിരിക്കാം. മുന്നോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ലെങ്കിൽ, മുന്നോട്ട് ഹല്ലേലൂയ ഏത് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ തമ്പുരാൻ പറയോ, ഞാൻ പുതിയ രീതിയിൽ പുതിയ നിന്നെ കൂട്ടിച്ചേർത്ത് ആ ദൈവത്തിന്റെ മഹത്വത്തിനാൽ നിന്നെ നിർത്തുന്നത് പോലെ. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളിലൊക്കെ പരിശുദ്ധാത്മ പറയുന്നു പുതിയതായിട്ടത്. ആമേൻ ഹല്ലേലൂയ. ഒരു പുതിയ സാധനം നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ എത്ര വലിയ സന്തോഷം നമുക്കതല്ലേ. ആമേൻ. പഴയ ഒരു സാധനം ഒന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാൽ പോലും നമുക്ക് അത്ര സന്തോഷം വരത്തില്ല. പക്ഷെ പുതിയൊരു സാധനം കിട്ടിയ ഹല്ലേലൂയ, നമ്മൾ എത്ര സന്തോഷത്തോടെയാ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. പറയാവുന്നവരോടൊക്കെ, നമുക്ക് അടുത്ത് പരിചയമുള്ളവരോടൊക്കെ പറയും, ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി, അല്ലെ എനിക്കൊരു പുതിയ സാധനം കിട്ടി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരെയൊക്കെയോ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നെന്ന്. എന്റെ ലൈഫിനകത്ത് കർത്താവ് പുതിയത് ചെയ്തെന്ന് പറയുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ അതേ വേദന അനുഭവിക്കുന്ന, നിന്റെ അതേ പ്രതികൂലം അനുഭവിക്കുന്ന ആരുടെയോ മുന്നിൽ ചെന്ന് നീ നിന്റെ ലൈഫിന് സാക്ഷ്യം പറയുമ്പോ ഹല്ലേലൂയ ചിലത് പുറത്തു വരുമെന്ന്, ചിലത് പുറത്തു വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ അങ്ങനെ ഓരോ വലഘടക റംധരാധന വൈശാരക